മകൻ ഇന്ദ്രജിത്ത് ലക്ഷ്മണന്റെ കരങ്ങളാൽ വധിക്കപ്പെട്ടിരിക്കുന്നു. ഇതറിഞ്ഞ രാവണൻ നിരാശനായി. മനസ്സു തളർന്ന് കണ്ണീർ വാർത്തിരുന്ന പ്രിയപുത്രനെ ആശ്വസിപ്പിക്കാൻ അമ്മ കൈകസി എത്തി. സീതാദേവിയെ തിരിച്ചു നൽകി യുദ്ധം അവസാനിപ്പിക്കാൻ രാവണനെ അമ്മ ഉപദേശിക്കുകയായിരുന്നു. എന്നാൽ അഹങ്കാരം കൊണ്ട് മനസ്സു നിറഞ്ഞ രാവണൻ അതിന് തയ്യാറായില്ല. യുദ്ധം തുടരുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് മനസ്സിലാക്കിയ അമ്മ അവന്റെ സഹായം തേടാൻ രാവണനെ ഉപദേശിക്കുകയായിരുന്നു. അതെ, അവൻ രാവണ സോദരനായ മഹിരാവണൻ. കൂടുതലറിയാം മഹിരാവണനെ പറ്റി. ഹിന്ദുക്കൾക്കിവൻ മഹിരാവണൻ. ലൂസിഫർ എന്ന സിനിമയിൽ നമ്മൾ എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു ഡയലോഗാണിത്. എന്നാൽ സത്യത്തിൽ ഈ മഹിരാവണനെ പറ്റിയുള്ള കഥ ആർക്കും അറിയില്ല എന്നതാണ് സത്യം. രാമായണ കഥയിൽ തികച്ചും അണ്ടർ റേറ്റഡ് ആയി പോയിട്ടുള്ള ഒരു കഥാപാത്രമാണ് മഹിരാവണൻ. വാത്മീകി രാമായണത്തിലോ എഴുത്തച്ഛന്റെ ആധ്യാത്മ രാമായണത്തിലോ മഹിരാവണനെ പറ്റിയുള്ള കഥകളൊന്നും കാണാൻ സാധിക്കില്ല. എന്നാൽ സംസ്കൃത കൃതിയായ ആനന്ദ രാമായണത്തിലും ബംഗാളി കൃതിയായ കൃതിവാസി രാമായണത്തിലും മഹിരാവണനെ പറ്റിയുള്ള കഥകളുണ്ട്. ആരാണ് മഹിരാവണൻ അഥവാ അഹിരാവണൻ? എന്താണ് മഹിരാവണന്റെ കഥ? ലങ്കയിൽ രാമനും രാവണനുമായുള്ള യുദ്ധത്തിൽ രാമന്റെ സൈന്യത്തിന്റെ ശക്തിയിൽ തന്റെ സൈന്യം ക്ഷയിച്ചു വരുന്നതായി മനസ്സിലാക്കിയ രാവണൻ തന്റെ അർദ്ധ സഹോദരനായ മഹിരാവണന്റെ സഹായം തേടുകയായിരുന്നു. മന്ത്രവാദങ്ങളിലും മായാവിദ്യകളിലും ഗൂഢതന്ത്രങ്ങളിലും വളരെയേറെ പ്രാവീണ്യം നേടിയവനായിരുന്നു മഹിരാവണൻ. മാത്രമല്ല, രാവണനേക്കാളും ശാരീരികമായും വരബലമായും അയാൾ കൂടുതൽ ശക്തനുമായിരുന്നു. മാതാവിന്റെ ഉപദേശമനുസരിച്ച് രാവണൻ മഹിരാവണന്റെ പാതാളത്തുള്ള രാജധാനിയിലെത്തി സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ സീതയെ അപഹരിച്ചതിനോടുള്ള എതിർപ്പുണ്ടായിരുന്ന മഹിരാവണൻ ദേവിയെ തിരികെ ഏൽപ്പിച്ച് യുദ്ധം അവസാനിപ്പിക്കാനാണ് രാവണനോട് പറഞ്ഞത്. എന്നാൽ തികഞ്ഞ കാളി ഭക്തനായിരുന്ന മഹിരാവണനോട് രാമലക്ഷ്മണന്മാരെ കാളിക്ക് ബലി നൽകിയാൽ അതിലൂടെ അനുഗ്രഹവും വരവുമെല്ലാം ലഭിക്കുമെന്നും പറഞ്ഞ് അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റുകയായിരുന്നു. അങ്ങനെ രാമലക്ഷ്മണന്മാരെ അപഹരിച്ചു കൊണ്ടുവന്ന കാളിക്ക് ബലി നൽകുവാൻ മഹിരാവണൻ തീരുമാനിക്കുകയും സന്ദർശന ലക്ഷ്യം വിജയകരമായി പൂർത്തീകരിച്ച സന്തോഷത്തിൽ രാവണൻ ലങ്കയിലേക്ക് മടങ്ങുകയും ചെയ്തു. രാവണൻ ലങ്ക വിട്ട് പുറത്തെവിടെയോ പോയിരിക്കുന്നുവെന്നറിഞ്ഞ വിഭീഷണൻ എന്തോ ചതി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ഈ സമയം രാമലക്ഷ്മണന്മാരെ നല്ലതുപോലെ സംരക്ഷിക്കണമെന്ന മുന്നറിയിപ്പുമായി അഗസ്ത്യ മുനിയും എത്തി. രാമസുരക്ഷയ്ക്ക് രാമദാസനോളം മറ്റാരുമില്ല എന്നറിയാവുന്ന വിഭീഷണൻ ആ ദൗത്യം ഹനുമാനെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു. രാമലക്ഷ്മണന്മാർ വിശ്രമിക്കുന്ന കൂടാരത്തിന് ചുറ്റും വാലുകൊണ്ട് സംരക്ഷണ വലയം തീർത്ത് ഹനുമാൻ കാവലിരുന്നു. ഈ സമയം അവിടെ എത്തിയ മഹിരാവണൻ രാമലക്ഷ്മണന്മാരുടെ കൂടാരത്തിന് മുന്നിൽ ജാഗരൂകനായി കാവൽ നിൽക്കുന്ന ഹനുമാനെ കണ്ടു. ആഞ്ജനേയനുമായി നേരിട്ട് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി അകത്തേക്ക് പ്രവേശിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കുവാനായി അദ്ദേഹം കണ്ടെത്തിയ മാർഗം മായാവിദ്യയിലൂടെ വിഭീഷണന്റെ രൂപം ധരിച്ച് ചെല്ലുക എന്നതാണ്. വിഭീഷണന്റെ രൂപത്തിൽ വന്ന മഹിരാവണനെ വിഭീഷണൻ തന്നെയാണെന്ന് തെറ്റിദ്ധരിച്ച ഹനുമാൻ കൂടാരത്തിനകത്തേക്ക് പ്രവേശിക്കുവാനുള്ള അനുവാദം നൽകുകയായിരുന്നു. കൂടാരത്തിനകത്ത് പ്രവേശിച്ച മഹിരാവണൻ തന്റെ മന്ത്രവിദ്യ കൊണ്ട് രാമലക്ഷ്മണന്മാരെ മോഹാലസ്യരാക്കി അവരുമായി പാതാളത്തിലേക്ക് പോവുകയായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം യഥാർത്ഥ വിഭീഷണൻ വന്നപ്പോഴാണ്
താൻ ചതിക്കപ്പെട്ടു എന്ന വിവരം ആഞ്ജനേയൻ മനസ്സിലാക്കുന്നത്. കൂടാരത്തിൽ നടത്തിയ തിരച്ചിലിൽ ശത്രു രാമലക്ഷ്മണന്മാരുമായി ഒരു ദ്വാരം വഴി പാതാളത്തിലേക്ക് കടന്നു എന്ന് മനസ്സിലാക്കുന്നു. ഉടൻ തന്നെ ആ ദ്വാരത്തിലൂടെ മാരുതിയും യാത്ര തിരിക്കുകയായിരുന്നു. പാതാളത്തിലെത്തിയ ഹനുമാന് മഹിരാവണന്റെ സന്നിധിയിലെത്തുവാൻ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്നു. ലങ്കാദഹനം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴി തന്റെ ശരീരത്തിൽ നിന്നും സമുദ്രത്തിലേക്ക് വീണ വിയർപ്പിൽ നിന്നും ജനിച്ച മകരധ്വജനുമായി വരെ ഹനുമാന് ഏറ്റുമുട്ടേണ്ടി വന്നു. അങ്ങനെ അകത്തേക്ക് പ്രവേശിച്ച ആഞ്ജനേയൻ മഹിരാവണൻ ബന്ധനസ്ഥയാക്കി വെച്ചിരിക്കുന്ന ഒരു നാഗരാജകുമാരിയെ കാണുകയും മഹിരാവണന്റെ ജീവൻ 5 ദിശകളിലായി ജ്വലിപ്പിച്ചു വെച്ചിരിക്കുന്ന 5 വിളക്കുകളിലാണെന്നുള്ള കാര്യം ആ രാജകുമാരി വഴി അറിയുകയും ചെയ്തു. ഈ വിളക്കുകൾ ഒരേ സമയം അണച്ചാൽ മാത്രമേ മഹിരാവണനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കിയ ഹനുമാൻ പഞ്ചമുഖി രൂപം കൈക്കൊള്ളുകയായിരുന്നു. പഞ്ചമുഖി രൂപം: വടക്ക് വരാഹമുഖം, തെക്ക് നരസിംഹമുഖം, പടിഞ്ഞാറ് ഗരുഡമുഖം, കിഴക്കോട്ട് സ്വന്തം മുഖമായ ഹനുമാൻ മുഖം, ആകാശത്തേക്ക് ഹയഗ്രീവ മുഖം എന്നിങ്ങനെയാണ് 5 മുഖങ്ങൾ. അങ്ങനെ പഞ്ചമുഖി രൂപം സ്വീകരിച്ച ഹനുമാൻ ഒരേ സമയം 5 വിളക്കുകൾ ഊതിക്കെടുത്തി. അതിനുശേഷം അദ്ദേഹം ഒരു തേനീച്ചയുടെ രൂപം സ്വീകരിച്ചു. ഈ സമയം ബന്ധനസ്ഥരാക്കിയ രാമലക്ഷ്മണന്മാരെ കാളീദേവിക്ക് നരബലി നൽകുവാനുള്ള ഒരുക്കങ്ങളിലായിരുന്നു മഹിരാവണൻ. തേനീച്ചയുടെ രൂപം സ്വീകരിച്ച ഹനുമാൻ കാളി വിഗ്രഹത്തിന്റെ ചെവിയിലെത്തി ഇങ്ങനെ ചോദിച്ചു: ദേവി, അവിടുത്തേക്ക് ശ്രീരാമദേവന്റെ രക്തമാണോ വേണ്ടത്? എനിക്ക് ദേവന്റെ അല്ല, മഹിരാവണന്റെ രക്തമാണ് വേണ്ടത്, മറുപടി നൽകി ദേവി. ആഞ്ജനേയൻ ഉടൻ തേനീച്ചയുടെ രൂപത്തിൽ തന്നെ ശ്രീരാമദേവന്റെ കാതുകളിൽ ദേവിയുടെ ഉത്തരവ് പറഞ്ഞറിയിച്ച ശേഷം കാളി വിഗ്രഹത്തിന്റെ പിന്നിൽ ഒളിച്ചിരുന്നു. അങ്ങനെ നരബലിക്കുള്ള മുഹൂർത്തമെത്തി. രാമനെയും ലക്ഷ്മണനെയും കുളിപ്പിച്ച് ചുവന്ന പട്ടുടിപ്പിച്ചു. കഴുത്തിൽ രക്തപുഷ്പങ്ങൾ കൊണ്ടുള്ള മാലകൾ ചാർത്തി. മഹിരാവണൻ അവരെ കാളീദേവിക്ക് മുന്നിൽ ബന്ധനസ്ഥരാക്കി നിർത്തി. ദേവി പൂജ തുടങ്ങി. പൂജ കഴിഞ്ഞു തേച്ചു മിനുക്കി വെച്ച വാൾ കയ്യിലെടുത്ത് ബലിമണ്ഡപത്തിൽ കയറി ബലിക്കല്ലിൽ തലവെച്ച് കുനിഞ്ഞു കിടക്കുവാൻ മഹിരാവണൻ ശ്രീരാമദേവനോട് ആവശ്യപ്പെട്ടു. ഞാനൊരു ക്ഷത്രിയ രാജാവാണ്. ഞാൻ ആരുടെയും മുന്നിൽ തല കുനിച്ചിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയാണ് തല കുനിക്കേണ്ടതെന്ന് ഒന്ന് കാണിച്ചു തരണം, ശ്രീരാമൻ അഭ്യർത്ഥന പോലെ പറഞ്ഞു. ശ്രീരാമന്റെ അഭ്യർത്ഥന കേട്ട മഹിരാവണൻ ദേ ഇങ്ങനെയെന്നു പറഞ്ഞ് ബലിമണ്ഡപത്തിൽ തല ചേർത്ത് കുനിഞ്ഞിരുന്നു. ഈ സമയം കാളി വിഗ്രഹത്തിന്റെ പിന്നിൽ മറഞ്ഞിരുന്ന ഹനുമാൻ ഒരു നിമിഷം പോലും കളയാതെ ഉടൻ തന്നെ മഹിരാവണന്റെ തല അറുക്കുകയായിരുന്നു. നിഗ്രഹശേഷം രാമനെയും ലക്ഷ്മണനെയും തോളിലേറ്റി രാമദാസൻ രണഭൂമിയിലേക്ക് മടങ്ങുകയും ചെയ്തു. ഈ കഥ തന്നെ പല രീതിയിലും പല മാറ്റങ്ങളോടുകൂടി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇനി നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തുകൊണ്ടാവാം രാമായണ കഥയിലെ മഹിരാവണന്റെ കഥ മാത്രം ചിലയിടങ്ങളിൽ മാറ്റി നിർത്തപ്പെടാൻ കാരണം? ഒരുപക്ഷെ ഭഗവാന്റെ അവതാരമായ ശ്രീരാമനെ ഒരസുരൻ നിസ്സാരമായി തട്ടിക്കൊണ്ടുപോയ കഥയായതുകൊണ്ടാവുമോ? ചിന്തിച്ചാൽ ഒരന്തവുമില്ല, ചിന്തിച്ചില്ലേ ഒരു കുന്തവുമില്ല. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളണം കേട്ടോ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങളുടെ ഉത്തരവാദിത്തം കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ഉത്തരവാദിത്തം കൂട്ടുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി.